സർ, ഈ മോദി സ്തുതിയിൽ കുരുങ്ങിക്കിടക്കുന്ന ശശി തരൂർ വീണ്ടും ഹൈക്കമാൻഡിന് ഒരു തലവേദനയായിരിക്കുകയാണ്. വളരെ വലിയൊരു രൂക്ഷ വിമർശനം, ഒരു കടുത്ത അതിർത്തിയിലൊക്കെയാണ് ഹൈക്കമാൻഡ് തരൂരിന്റെ കാര്യത്തിൽ. അങ്ങനെയെങ്കിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ ഹൈക്കമാൻഡ് പോകാൻ സാധ്യതയില്ല. പോകട്ടെ, അതിനെന്താ കുഴപ്പം? ഹൈക്കമാൻഡിന് പോകാമല്ലോ. ആരും തടയുന്നു അവരെ? ഹൂ പ്രിവെൻസ് ഇറ്റ്? ഇവിടെ മോദി സ്തുതി എന്ന് പറയുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മോദി സ്തുതി അല്ല, ശരിക്കും ദേശത്തിൻ്റെ സ്തുതിയാണ്. നമ്മുടെ ദേശം, ആ ദേശത്തോട് കൂടുള്ള ഒരു പൗരനെന്നുള്ളത് വിശ്വപൗരനായിട്ട് പോലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇവിടത്തിനേക്കാൾ അംഗീകാരം കിട്ടും. ഫ്രഞ്ച് ഭാഷ മലയാളത്തിനേക്കാൾ സുന്ദരമായിട്ട് സംസാരിക്കാൻ അറിയാം. ഏത് ഭാഷയിലും ഈ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അതുപോലുമില്ലാത്ത ആൾക്കാർ പോലും US, ഫ്രാൻസിൽ, ബ്രിട്ടനിൽ, അയർലൻഡിലും ഒക്കെ പോയി സെറ്റിൽ ചെയ്യുക. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അത്രയേ ഉള്ളൂ അവർക്ക് നമ്മുടെ രാജ്യത്തോടുള്ള കൂറും സ്നേഹവും ഒക്കെ. ഇദ്ദേഹം അതൊന്നുമില്ലാതെ ഇന്ത്യക്കാരനായിട്ട് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചു. കോൺഗ്രസ് തന്നെയാണ് വിളിച്ച് അദ്ദേഹത്തെ MP സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി. കാര്യം എന്താ? ഇന്ത്യയെക്കാളും വളർന്ന് ഒരു വിശ്വജാലകത്തിലേക്ക് പോയിട്ട് ഒരു വിശ്വപൗരനായിട്ട് തീർന്ന, ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം, ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെക്കാളും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. കോൺഗ്രസിൻ്റെ ഒരു അസറ്റാണത് എക്കാലത്തും. പക്ഷേ അത് കോൺഗ്രസ്സിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ വലുതായിട്ട് ആരും വേണ്ട എന്നുള്ളൊരു തന്ത്രമാണ് നടപ്പാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഗുലാം നബി ആസാദ്, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയ ആൾക്കാർക്ക് ഒക്കെ പുറത്തു പോകേണ്ടി വന്നത്. അങ്ങനെ പലരും ഇപ്പോൾ പുറത്തു പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ പിന്നെ രഞ്ജനിക്ക് വിഷമമൊന്നും തോന്നരുത്. കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടാവുമെന്ന് പറയാൻ തക്ക സാഹചര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓരോരുത്തരായിട്ട് പുതിയ കൂട് തേടി പോകുന്ന സന്ദർഭമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ദേശീയ പൗരൻ, ഒരു അസറ്റായിട്ടുള്ള ഒരാളിനെ, ഈ കാര്യങ്ങൾ വിദേശകാര്യം കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള വിവരമുള്ള ഒരാളിനെ ശശി തരൂർ ഒരുപക്ഷെ സാർ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലപ്പുറം ഒരു ഉന്നത പദവിയിലിരിക്കുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഞാനും ചേർന്നേനെ. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനങ്ങൾ അനുസരിച്ച് വേണം മുൻപോട്ട് പോകാൻ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാവരുത്. അപ്പോൾ ആ പാർട്ടിക്ക് ആ പാർട്ടിയുടേതായ തീരുമാനങ്ങളും മോദിക്ക് വിരോധമായിട്ടുള്ള ചില കാര്യങ്ങൾ ആ പാർട്ടിയിൽ കാണുമല്ലോ, കോൺഗ്രസ് പാർട്ടിയിൽ കാണുമല്ലോ. ഇതിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു കാര്യം, മോദിയുടെ നയം ലോകവേദികളിലെ ഇന്ത്യയുടെ സ്വത്തെന്ന് തരൂർ ഇപ്പൊ പറഞ്ഞു. അപ്പൊ മോദി ഇത്രമാത്രം പുകഴ്ത്താൻ വേണ്ടിയിട്ടൊന്നുമില്ല കോൺഗ്രസ് പാർട്ടിക്ക്. അപ്പൊ ആ പാർട്ടിക്ക് മോദിയുടേതായ വിരുദ്ധ ചില അഭിപ്രായങ്ങളുണ്ട്. ആ പാർട്ടിയിൽ നിൽക്കുന്ന വ്യക്തി അങ്ങനെ തന്നെ അനുസരിക്കണം, പാർട്ടി അനുസരിക്കണം. ഇനിയിപ്പോൾ ഇദ്ദേഹം മറ്റ് സർവകക്ഷി സംഘടനയുടെ കൂടെ രാജ്യാന്തര തലത്തിൽ പോയതെല്ലാം നല്ല കാര്യം, ഇന്ത്യക്ക് വേണ്ടി ഇതല്ല. അപ്പോഴെല്ലാം കോൺഗ്രസ് പാർട്ടി മൗനമായിട്ടിരിക്കുകയാണ്. പക്ഷെ വീണ്ടും വന്ന് നിലമ്പൂർ ഇലക്ഷൻ്റെ പോളിംഗ് നടക്കുന്ന സമയത്താണ് ഇദ്ദേഹം വന്നിരുന്നുകൊണ്ട് തട്ടിവിട്ടത്, എന്നെ വിളിച്ചില്ല എന്നുള്ളത്. അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അറിയാം ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു വലിയ ഒരു ജനപ്രിയത ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ എൻ്റെ പാർട്ടിക്ക് വേണ്ടി കാണിക്കണം എന്നുള്ളൊരു ഇത് വിട്ട് കഴിഞ്ഞിട്ട് അയാൾ അവിടെ ഇട്ട് പത്രസമ്മേളനം വിളിച്ചിട്ട് കുരുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു നല്ല രാഷ്ട്രീയ നേതാവ് ചെയ്യുന്ന പരിപാടിയാണ്. അദ്ദേഹത്തിന്റെ ഞാൻ കണ്ടതാണ്, 6ാമത്തെ പേര് അദ്ദേഹത്തിന്റെ പേരായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഇതുണ്ട്. ഒന്നാമത് അവർക്ക് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു ഇതാണ് അവരുടെ നേതൃത്വം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാർട്ടിയുടെ ഇതനുസരിച്ച് ആരും ആരെ ഇങ്ങനെ കെട്ടിപ്പൊക്കി ആന വലിച്ചൊന്നും കൊണ്ടുപോകത്തില്ല, മറ്റേ CPM കൊണ്ടുപോകുന്നത് പോലെ. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ അവർ ചാർട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അദ്ദേഹത്തിന്റെ PA കാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. അത് അദ്ദേഹം ചെല്ലുകയാണ് ചെയ്യുന്നത്. ഞാൻ വരുന്നുണ്ട് ഇന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിടക്കാനും ഇരിക്കാനും കുടിക്കാനും തിന്നാനും ഒക്കെ ഉള്ള സൗകര്യം പാർട്ടി ഒരുക്കും. അതാണ് സ്വാഭാവികം. അത് ഈ പാർട്ടി നല്ല മിക്ക പാർട്ടിക്കാരും അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ അയ്യോ വരണേ കെട്ട് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം ഒന്നുമല്ല. അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി വിളിച്ചു വരുത്തി പെട്ടെന്ന് വന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകി, MP സ്ഥാനം നൽകി, കേന്ദ്രത്തിന്റെ പാർലമെന്ററി അംഗത്തിന്റെ ഒരു സ്ഥാനം നൽകി. അദ്ദേഹത്തിന് എന്ത് സ്ഥാനമാണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് നൽകിയ സ്ഥാനം ഒരു പക്ഷേ BJP ചെന്നാൽ പോലും അദ്ദേഹത്തിന് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ആ സ്ഥാനം അദ്ദേഹം യഥാപതി അദ്ദേഹത്തിന് MP സ്ഥാനം ഇവിടെ നൽകി. തിരുവനന്തപുരത്ത് എത്ര തവണ മത്സരിച്ചു, അദ്ദേഹം എന്താണ് ചെയ്തത്? അപ്പം ഈ സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്. അദ്ദേഹത്തിന് അതിൽ തൃപ്തനല്ല. ഒപ്പം
ഇരുന്നു കൊണ്ട് എന്താ പറയുക അടിക്കൂടെ പണി പാര വെപ്പല്ല. അദ്ദേഹം ഇരിക്കുന്ന കസേര അദ്ദേഹം തന്നെ അരിഞ്ഞു വെട്ടുന്ന ഒരു സ്വഭാവം പാർട്ടിക്ക് അത് ശരിയല്ല. അല്ലെങ്കിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരിക്കരുത്. രാജ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയും എന്താ പറയുന്നേ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തനി ഉദ്യോഗസ്ഥൻ, ഒരു 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 ഉന്നത പദവിയിലിരിക്കുന്ന ഒരു രാഷ്ട്രപദവി അല്ലെങ്കിൽ ഉപരാഷ്ട്രപദവി ഇങ്ങനെയൊക്കെ വഹിക്കുന്ന അല്ലെങ്കിൽ നയതന്ത്ര കാര്യങ്ങളിൽ ഇടപെടുന്ന വലിയൊരു ഔദ്യോഗിക പദവി ഇതൊക്കെയാണെങ്കിൽ ഓക്കെ അംഗീകരിക്കാം. ഞാൻ സത്യമാണ് പറഞ്ഞത്. പാർട്ടിയുടെ എല്ലാ ആവേശവും ആ വാക്കുകളിലുണ്ട്. ശരിയാണ് പറഞ്ഞത്. പാർട്ടിയെ അങ്ങനൊരു ദിവസം, അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പോളിംഗ് ദിവസം അങ്ങനെ അധിക്ഷേപിക്കാം, വാക്ക് മിണ്ടാതിരിക്കാമായിരുന്നു. പത്രക്കാർ ചോദിക്കുമ്പോൾ പ്രകോപിതനായി പറഞ്ഞതാണ്. എങ്കിലും ആ പ്രകോപനം ഒഴിവാക്കാമായിരുന്നു. അദ്ദേഹത്തിന് നോ കമന്റ്സ് നിങ്ങൾ പറഞ്ഞു. അല്ലെ ഇന്നലെ നാട്ടുകാരെല്ലാം പൊങ്കാല ഇട്ടിരുന്നു അദ്ദേഹം ഇട്ട കമന്റിന്. ആര്യാടൻ ഷൗക്കത്തിന് അഭിവാദ്യങ്ങൾ താഴെ ഒത്തിരി കമന്റ് ഇട്ടു, ഒരുപാട് കമന്റ് ഇട്ടു, മൊത്തം നെഗറ്റീവ്. ഇത് നല്ല ബുദ്ധിയുള്ള കമന്റുകളും വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ധാരാളം ട്രോളുകൾ തന്നെ. ബുദ്ധി വേണം, നല്ല ബുദ്ധി വേണം. നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ചിലതൊക്കെ വളരെ സമർത്ഥമായിട്ട് ബുദ്ധിയോടുകൂടിയും യുക്തിയോടുകൂടിയും അവതരിപ്പിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു വേടൻ്റെ പാട്ടുകളേക്കാൾ സുന്ദരമാണ് പല ട്രോളുകളും. ട്രോളുകളെ കുറിച്ച് നമുക്കൊരു ചർച്ച നടത്തണം, അത് പിന്നാട്ട്. അപ്പോൾ തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഒരു ഭാഗത്ത് യോജിക്കുന്നു. അതിതാണ്, അതായത് പാർട്ടിയുടെ നിർണായകമായ ഒരു പോളിംഗ് ദിവസം ആ പാർട്ടിയെ നിന്ദിക്കുന്ന രീതിയിൽ എന്നെ വിളിച്ചില്ല എന്നുള്ളത് പരാതി പറയേണ്ട കാര്യമില്ല. അതിന് മറുപടി അപ്പം തന്നെ പറയുകയും ചെയ്തു. അതിനെതിരെ സംബന്ധമൊന്നുമല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ, സംബന്ധമൊന്നും അല്ലല്ലോ. പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കേണ്ട ഉന്നത തലത്തിൽ ഇരിക്കുന്നവർ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കണം. അദ്ദേഹത്തിന് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് പോകാനുള്ളത്. ആ ലിസ്റ്റ് അനുസരിച്ച് അദ്ദേഹം വിളിക്കാൻ ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സമയത്തിന് അവരവിടെ വേണ്ടുന്ന അറേഞ്ച്മെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാതെ എന്നും വിളിച്ച് ഓരോ മണിക്കൂർ സർ വരൂ സർ വരൂ ഇങ്ങനെയല്ല ചോദിക്കണ്ടേ? എന്താ ഇവര് ചോദിക്കുക? എന്താ പാർട്ടിക്കകത്ത് മറ്റുള്ള നേതാക്കന്മാരെന്ത് ഇദ്ദേഹത്തിന്റെ അടിയാന്മാരോ? അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. പാർട്ടിയുടെ ഒരു ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിക്ക് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചുമതലയുള്ള ആരും അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇന്ന ദിവസം ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് ഇയാൾ വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്യൂ ആക്കാം. എന്ന് മാത്രമല്ല, ഞാൻ പറയുന്ന രഞ്ജനി കോൺഗ്രസിന് അത് നന്നായി. അദ്ദേഹം പോയിരുന്നെങ്കിൽ വോട്ട് കുറഞ്ഞേനെയും. അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ പോകുന്നത് പോലെ അല്ല നിലമ്പൂരേക്ക് പോകുന്നത്. കാരണം ഏതാനും മാസങ്ങൾ മുമ്പ് കോഴിക്കോട് നടന്ന ഇസ്രായേൽ വിരുദ്ധ സമ്മേളനത്തിൽ ഹമാസ് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ ആളാണ്. മുസ്ലിം ലീഗിന് അതിനുള്ള കലിപ്പ് ഇതുവരെ അടങ്ങിയിട്ടില്ല. ശരിക്കും മുസ്ലിം ലീഗിൻ്റെ സമർത്ഥമായിട്ടുള്ള ഉഷാറായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ഉണ്ടായ വിജയമാണ് നിലമ്പൂരിൽ നടന്നിട്ടുള്ളത്. ഒരു സംശയമില്ല. അത് പ്രിയങ്കയെ ജയിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. ആത്മാർത്ഥമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം, ചതിയോ പാരയോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങോട്ട് പോയിരുന്നെങ്കിൽ മുസ്ലിം ലീഗ് കുറച്ച് ഉഷാർ അവരുടെ കുറഞ്ഞതിന് കുറേ സന്തോഷം പോയതിന് ജനങ്ങൾ തന്നെ ഹമാസിൻ്റെ ആരാധകരായിട്ടുള്ള ആൾക്കാരവിടെ ഉണ്ട്. ഇവൻ വന്നു എന്നാൽ ഞാനിപ്പം മറ്റേടത്ത് കുത്തും മനസ്സിലായോ? അപ്പോൾ ഒരു കണക്കിന് പോവാഞ്ഞത് നന്നായി. ശശി തരൂരിനോടുള്ള വിരോധം കൊണ്ടുകൂടി ആയിരിക്കാം ഞങ്ങളൊക്കെ കണക്ക് കൂട്ടിയത്. 10,000-ൽ താഴെ വരൂ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വോട്ടെന്നാണ്. അത് 11,000 കടന്നതിന് ശശി തരൂരിനോട് പാർട്ടി നന്ദി പറയുക വേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, വിദേശകാര്യങ്ങളുടെ ചുമതല നൽകിയെന്ന് പറയുന്നത് അവിടെ ഒരു വസ്തുതാവിരുദ്ധതയുണ്ട്. വിദേശകാര്യ പാർലമെൻ്ററി സമിതിയുടെ അധ്യക്ഷനായിട്ടാണ് തിരഞ്ഞെടുത്തത്. അത് കോൺഗ്രസ് നൽകിയ ഒരു പാരിതോഷികമല്ല, അത് ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് സ്പീക്കർ, ലോക്സഭാ സ്പീക്കർ നൽകിയ പദവിയാണ്. അതിൽ അദ്ദേഹം ശോഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അദ്ദേഹത്തിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരു തവണ സംഘത്തിൻ്റെ അധ്യക്ഷനായിട്ട് അമേരിക്ക, ആ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളൊക്കെ കൊളംബിയയിൽ പോയത് ഒരു ഇൻസ്റ്റൻറ്റ് സക്സസ് ആയിരുന്നു. അതൊക്കെ പോയി അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അടുത്ത ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് റഷ്യ മുതൽ ഉള്ള രാജ്യങ്ങളിലേക്ക്. കാരണം കഴിവ് നോക്കി അംഗീകരിക്കുന്ന ആളാണ് നരേന്ദ്രമോദി. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും തീർച്ചയായിട്ടും അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അത് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ താമസം വിനാതെ അദ്ദേഹം ശിരസാ വഹിക്കുകയും. അപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന വിദ്യാഭ്യാസമില്ലാത്ത ആൾ, ചായക്കച്ചവടക്കാരൻ്റെ മുകളിൽ ആക്ഷേപിക്കുന്ന ആൾക്ക് നല്ല വിവരമുണ്ടെന്നുള്ളത് ഇത്രയധികം വിവരമുള്ള ശശി തരൂർ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, കേന്ദ്രത്തിലുള്ള സാർ ആദ്യം പറഞ്ഞതുപോലെ കുറേ നേതാക്കന്മാർ, കുറേ മുന്നണിയിൽ നിന്നവരെല്ലാം BJP-യിലോട്ട് പോയി കഴിഞ്ഞു. ഇനി അവിടെ ഭരിക്കാൻ ഒരുപക്ഷെ ഖാർഗെ, രാഹുൽ ഗാന്ധി ഇങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഈ രാഹുൽ ഗാന്ധി പറയുന്ന തൊട്ട് മറ്റുള്ളവർ കേൾക്കത്തില്ല, മറ്റുള്ളവർ പറയുന്ന തൊട്ട് രാഹുൽ ഗാന്ധി കേൾക്കത്തില്ല എന്നൊരവസ്ഥയിലേക്ക് ഭിന്ന അഭിപ്രായങ്ങൾ അവിടെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പാർട്ടി ഇനി എഴുപേറ്റം ഉണ്ടാകുമോന്നും അറിയില്ല. പക്ഷേ
ഒരു പാർട്ടിയിൽ നിൽക്കുന്ന രാഹുൽ ശശി തരൂർ എന്നൊരു നേതാവ് ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് എം പി സ്ഥാനം വഹിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പാർട്ടിയോട് ഒരു അഭിപ്രായം ചോദിക്കണം, അല്ലേ? എന്നെ ഇതിനായി ക്ഷണിച്ചു, എനിക്ക് പോകണം എന്നുള്ളത് പാർട്ടിയുടെ ഒരു അഭിപ്രായം. പാർട്ടി പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യുന്നത് രണ്ടാമത്തേതാണ്. പാർട്ടി അത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അപ്പൊ ആ പാർട്ടിയോട് ഒരു അഭിപ്രായം ചോദിക്കുക. ഇപ്പൊ രണ്ടാമത് പോയി, പാർട്ടിയോട് അനുവാദം ഒന്നും ചോദിച്ചില്ല, അദ്ദേഹത്തിൻ്റെതായ വഴിക്ക് പോവാണ്. അങ്ങനെ വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിയുടെ ഒരു പിന്തുണയിൽ നിന്നുകൊണ്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പാർട്ടി അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇതൊക്കെ ഒരു ഈ പറഞ്ഞോണം അടുത്ത തെരഞ്ഞെടുപ്പ് വരെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇദ്ദേഹത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇദ്ദേഹത്തിനെയും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. അപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയൊക്കെ ഇങ്ങനെ തന്തിച്ചു പോകും. അതിനുശേഷം പാർട്ടി എന്തായാലും കൃത്യമായിട്ടുള്ള തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കും. കോൺഗ്രസ് പാർട്ടിനെ അങ്ങനെ അങ്ങ് അടിച്ചാക്ഷേപിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നേതാക്കന്മാരില്ല, ഭരിക്കാൻ നേതൃത്വം ഇല്ലെങ്കിൽ തന്നെയും വെറുതെ ഇത്തരത്തിലുള്ള പൂജ ചെയ്യുന്ന, മറ്റുള്ളവർക്ക് പൂജ ചെയ്യുന്നവരെ താങ്ങേണ്ടുന്ന അവസ്ഥയൊന്നും ഇതുവരെ കോൺഗ്രസ് പാർട്ടിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സാറിൻ്റെ അഭിപ്രായം പറയാം. ഞാൻ ആരെയും ഇങ്ങനെ ആരാധിക്കേണ്ട ആവശ്യമൊന്നും ഒരു പാർട്ടിക്കും ഇല്ല എന്നുള്ളതാണ്. വിഗ്രഹാരാധന കുഴപ്പം. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ നെഹ്റു കുടുംബത്തെ ആരാധിക്കുന്നു, അത് വലിയൊരു ഫോൾട്ടാണ്. അങ്ങനെ ആ വിഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനേക്കാൾ വലിയ വിഗ്രഹങ്ങളായിട്ട് വരും. ശശി തരൂർ എന്ന് പറയുന്ന വാസ്തവത്തിൽ അമ്പലത്തിനേക്കാൾ വലിയൊരു വിഗ്രഹമാണ്. കോൺഗ്രസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൻ എലിഫൻറ്റ് ഇൻ ദ റൂം എന്ന് പറയുന്ന പോലെയുള്ളൊരു ആളാണ് അദ്ദേഹം.